Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ Epson എന്ന കമ്പനിയുടെ Monochrome all-in-one വൈഫൈ പ്രിന്ററായ Epson M205 എന്ന പ്രിന്ററിന്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇങ്ക് റീഫില്ലിങ്ങും ഫസ്റ്റ് ഇൻസ്റ്റാളേഷനും എല്ലാം ഉള്ള ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ Epson M205 എന്ന പ്രിൻ്ററിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം ഇതാണ് Epsonൻ്റെ M205 പ്രിൻ്റർ. M205 M200 തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഇതിന് വൈഫൈ വരുന്നുണ്ട്. പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഡയറക്റ്റ് വൈഫൈ അല്ല, റൗട്ടർ വൈഫൈ ആണ്. അതായത് നമുക്ക് മൊബൈലിൽ നിന്ന് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ റൗട്ടർ ADSL റൗട്ടർ വൈഫൈ വഴി മാത്രമേ പ്രിൻ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഡയറക്റ്റ് ഒരിക്കലും പ്രിൻ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ബോക്സിൽ കോമൺ ആയിട്ട് ഇതിൻ്റെ ഇങ്ക് ബോട്ടിൽ ഏതാണെന്നുള്ളതും, അതായത് ഇതിൻ്റെ ചെറിയ ചെറിയ സ്പെസിഫിക്കേഷൻ എല്ലാം ബോക്സിൻ്റെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഇങ്ക് കോഡ് വന്നിട്ട് T7741 എന്ന ഇങ്ക് സീരീസ് ആണ് യൂസ് ചെയ്യേണ്ടത്. വേറെ ഇങ്ക് സീരീസ് യൂസ് ചെയ്യരുത്. പ്രിൻ്ററിന് ഡാമേജ് ഉണ്ടാക്കും, വാറണ്ടി പ്രോബ്ലം ഉണ്ടാക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രിൻ്ററിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കേ, ഏറ്റവും നല്ലത് നിങ്ങൾ നിയറസ്റ്റ് സർവീസ് സെൻ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്നിട്ട് 2 ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ വന്നിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തും ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ്. നെറ്റ്വർക്ക് ഇൻസ്റ്റാളേഷൻ ഫ്രീ അല്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 ബോട്ടിൽ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഒന്ന് ഇനീഷ്യൽ ബോട്ടിലും പിന്നെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ബോട്ടിലും കൂടെ ഉണ്ടാവും. അതിൻ്റെ കൂടെ പവർ കേബിളാണ് നമ്മൾ കണ്ടത്. പിന്നെ ഈ ഒരു സൈഡിൽ വന്നിട്ട് പ്രിൻ്ററിൻ്റെ USB കേബിൾ, കമ്പ്യൂട്ടറുമായിട്ട് വയേർഡായിട്ട് കണക്ട് ചെയ്യാനുള്ള USB കേബിളാണത്. പിന്നെ CD ഡ്രൈവും യൂസർ മാനുവലുള്ളൊരു കിറ്റാണ് ഈ നമ്മളിപ്പോൾ മാറ്റി വെച്ചത്. ഇനി നമുക്ക് പ്രിൻ്റർ എന്ത് ചെയ്യാം, ഈ ബോക്സിൽ നിന്നും പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ബോക്സിൽ നിന്നും പുറത്തോട്ട് എടുത്തു വെച്ച് പ്രിൻ്റർ ശേഷം നമുക്ക് ഈ തെർമോകോൾ പീസ് ഒഴിവാക്കാം. അതേപോലെ തന്നെ ഈ കവറും അതും റിമൂവ് ചെയ്യണം. എല്ലാ കവറും റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഈ കാണുന്ന ചെറിയ കവർ കൂടെ ആ ബ്ലൂ ടാപ്പുകളെല്ലാം റിമൂവ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് നമ്മൾ പ്രിൻ്റർ ഒരിക്കലും ഓൺ ചെയ്യാനോ USB കേബിൾ കണക്ട് ചെയ്യാനോ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതിലെല്ലാ കവറുകളും റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി കാണുന്ന ഈ ബ്ലൂ ടാപ്പുകൾ റിമൂവ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബ്ലൂ ടാപ്പുകൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ബ്ലൂ ടാപ്പ് റിമൂവ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ വിട്ടുപോകുന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ടോൾ ഫ്രീ നമ്പറിലോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾ നിയറസ്റ്റ് സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ Epsonൻ്റെ ആളുകൾ തന്നെ വന്നുകൊണ്ട് ഇത് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ബ്ലൂ ടാപ്പ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രിൻ്ററിന് ഡാമേജ് ആവാത്ത രീതിയിൽ ചെയ്യണം. പ്രത്യേകിച്ച് ഈ ഒരു ട്രേ, ഇത് നമ്മൾ ടാപ്പ് ഊരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഡാമേജ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 50 ഷീറ്റ് വരെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. പക്ഷേ നമ്മൾ ഫിംഗർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈഡായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ട്രേ പൊട്ടും. അപ്പോൾ കാര്യം ശ്രദ്ധിക്കുക, കാരണം ഫിസിക്കൽ ഡാമേജിന് വാറണ്ടി ഇല്ലാത്തതാണ്. ഇപ്പോൾ കംപ്ലീറ്റ് ഏകദേശം നമ്മൾ ബ്ലൂ ടാപ്പുകളെല്ലാം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു സ്കാനർ യൂണിറ്റ് ഇതല്ലോ, ഈ സ്കാനർ യൂണിറ്റ് പൊക്കി കഴിഞ്ഞാൽ അവിടെയുണ്ട്, അതിൻ്റെ അകത്തും കാണാനുണ്ട്, കണ്ടില്ലേ? ഓക്കെ, എന്നിട്ട് സ്കാനർ യൂണിറ്റ് ജസ്റ്റ് ഒന്ന് പഴയ പോലെ ക്ലോസ് ചെയ്ത് വെക്കുക. ഏകദേശം കംപ്ലീറ്റ് ബ്ലൂ ടാപ്പുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഈ നെക്സ്റ്റ് വന്നിട്ട് നമുക്കിതിൻ്റെ ഇങ്ക് റീഫില്ലിംഗ് ആണ്. സിമ്പിളാണ് ഇങ്ക് റീഫില്ലിങ്. ജസ്റ്റ് ആ ബോട്ടിലെല്ലാം കവറും അതിൻ്റെ ടോപ്പെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഇതേപോലെ സൈഡിലുള്ള ടോപ്പിലേക്ക് നമുക്ക് തന്നെ ഇങ്ക് റീഫില്ല് ചെയ്യാനുള്ളൂ. നിങ്ങൾ അതിനായിട്ട് വേറെ ഒരാളെ വിളിക്കേണ്ട ആവശ്യമില്ല. ഇങ്ക് റീഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇങ്ക് റീഫിൽ ആവുണ്ടോ ഇല്ല എന്നുള്ളത് സൈഡിലേക്ക്, ടാങ്കിൻ്റെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ കാണും. ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇങ്ക് ലെവൽ അറിയൽ ഇങ്ങനെയാണ്. ഒരിക്കലും കമ്പ്യൂട്ടറിലെ സ്റ്റാറ്റസ് നോക്കിയിട്ടോ പ്രിൻ്ററിലെ സ്റ്റാറ്റസ് കാണിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ഫിസിക്കലായി ടാങ്കിൻ്റെ സൈഡിലേക്ക് എപ്പോഴും ശ്രദ്ധിക്കണം. നോക്കി. ഓക്കെ, ഏകദേശം നമ്മളത് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് ഇങ്ക് റീഫില്ലിങ്. ഒരിക്കലും മാക്സിമം ഓൺലൈനിൽ നിന്ന് ഇങ്ക് വാങ്ങാതിരിക്കാൻ നോക്കുക. കാരണം ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്ററിൻ്റെ ഫുൾ കവർ വാറണ്ടി കട്ടാവുന്നതാണ്. ഓൺലൈനിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിന്നും ലോക്കൽ ഇങ്കുകൾ, വില കുറഞ്ഞ ഇങ്കുകളൊന്നും യൂസ് ചെയ്യരുത്. കാരണം ഈ പ്രിൻ്ററാണ് മോണോക്രോം പ്രിൻ്ററാണ്. അത് പിഗ്മെൻറ്റ് ഇങ്കാണ് ഇതിൽ വരുന്നത്. അതായത് 100 ഇയർ ആണ് ഇതിൻ്റെ
ഗ്യാരണ്ടി പറഞ്ഞത്. അത് നമ്മളൊരു മാറ്റർ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 100 ഇയർ വരെ അത് നിൽക്കും എന്നാണ് കമ്പനി പറഞ്ഞത്. വാട്ടർ ഡാമേജ് അങ്ങനെയൊന്നും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിട്ടൊന്നും ആ ഇങ്ക് ഇളകി പോവില്ല. അപ്പോൾ നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ആകുമ്പോൾ അതങ്ങനെയല്ല, ഡൈ ഇങ്കാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് വരുന്നത്. അപ്പോൾ ഇങ്ക് മാറി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പവർ കേബിൾ പ്രിൻ്ററിൻ്റെ ബാക്കിൽ സെൻട്രലായിട്ടാണ് വരുന്നത്. പവർ കേബിൾ കണക്ട് ചെയ്ത് പ്രിൻ്റർ ഒന്ന് ഓൺ ആക്കാം. ഇതെല്ലാം ഇങ്ക് റീഫില്ലിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഓൺ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരിക്കലും അതിന് മുമ്പ് ഓൺ ചെയ്യരുത്. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പ്രിൻ്റർ ഓണാക്കി. ഈ സമയം നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം M200ൻ്റെ അതേ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിങ് തന്നെയാണ് ഇതിന് വരുന്നത്. ജസ്റ്റ് നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്തു ഓക്കെ എന്ന് പ്രസ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഇനീഷ്യലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് കുറച്ച് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം അത് ഇങ്ക് റീഫില്ലിങ് അത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ടാപ്പ് എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും, സീ ദ സെറ്റപ്പ് ഷീറ്റ് ടു കംപ്ലീറ്റ് ദ ഇങ്ക് ചാർജിങ് എന്നുള്ള മെസ്സേജ് കാണിക്കും. ആ സമയം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇനീഷ്യൽ ഇങ്ക് ചാർജ് ചെയ്തോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഓക്കെ എന്നുള്ള ബട്ടൺ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇതേപോലെ ലോഡിങ് കാണിക്കും. ഉണ്ടോ, ഏകദേശം അതൊരു 15 ഒരു മാക്സിമം ഒരു 10-11 മിനിറ്റ് വരെ ഉണ്ടാവും അത്. ആ ലോഡിങ് കഴിയോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇങ്ക് ചാർജിങ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഇങ്ക് ചാർജ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിമ്പിളാണ് ഈ കാണിക്കുന്നത്. ഇത് ചെയ്യാതെ ഒരിക്കലും നമ്മൾ പ്രിൻ്റർ USB കേബിൾ കണക്ട് ചെയ്ത് ഒരിക്കലും പ്രിൻ്റ് ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ആ ഇനീഷ്യൽ ഇങ്ക് ചാർജിങ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വെയിറ്റ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് കറണ്ട് പോകാനോ പ്രിൻ്റർ ഓഫ് ചെയ്യാനോ പാടില്ല. അപ്പോൾ ഏകദേശം അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇതേപോലെ വരും നമ്മളത്. ഈ സമയം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്ത് നോക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം പ്രിൻ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു പേപ്പർ വെച്ച് നോക്കാം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ പേപ്പർ ഇൻസേർട്ട് ചെയ്തു. പേപ്പർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നല്ല പേപ്പർ തന്നെ യൂസ് ചെയ്യണം. ഇതേ പ്രോസസ്സിങ്ങിൽ തന്നെ പേപ്പർ വെക്കുന്നതും ഇതേ പ്രോസസ്സിംഗ് ആണ്, മാറരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് സ്കാനറിൽ ഒരു മാറ്റർ, ഇപ്പോൾ ജസ്റ്റ് നമ്മളെ കൂടെ സീഡിൻ്റെ കിറ്റിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു വാറണ്ടി കാർഡാണത്. നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നോക്കാം. അതിന് ഈ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, ഒരു കോപ്പി ഉള്ളെങ്കിൽ. അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിൻറ്റിങ് വരുന്നുണ്ട്, പേപ്പർ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിൻ്റ് ചെയ്ത് പുറത്തോട്ട് വരുന്നു. യെസ്, അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത പ്രോസസ്സിങ് കംപ്ലീറ്റ് ആണ്. ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പിന്നെ കൂടുതൽ പരീക്ഷണത്തിൽ നിൽക്കരുത്, നിങ്ങൾ നിയറസ്റ്റ് സർവീസ് സെൻറ്ററിലേക്ക് വേഗം കോൺടാക്റ്റ് ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കമ്പ്യൂട്ടറിൽ പോയിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു എറർ കാണിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ഇതാണ് സ്കാനിങ് സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ വെച്ച മാറ്റർ ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ കൊടുത്തു നോക്കാം. സ്കാനിങ് ക്ലിയർ ആണെങ്കിൽ, എല്ലാ വർക്കിങ്ങും ഓക്കെ ആണെങ്കിൽ ഇതിവിടെ പ്രിവ്യൂ കാണാൻ കഴിയും. പ്രിവ്യൂ ഒരിക്കലും സേവ് അല്ല, സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൻ എന്നുള്ളത് ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ചെറിയൊരു വാമപ്പ് ഉണ്ടാവും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. ഓക്കെ, പ്രിവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ചെറിയ സ്ലോ ആണ്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്, പിന്നെ കുറച്ച് ഫാസ്റ്റ് ആയിക്കോളും. യെസ്, അപ്പോൾ സ്കാനിങ് കംപ്ലീറ്റ് ആണ്, കുഴപ്പമില്ല. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്റ് വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് ടെസ്റ്റ് പേജ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റർ പ്രോപ്പർട്ടീസ് പോയിട്ട് പ്രിൻ്റ് ടെസ്റ്റ് പേജ് ക്ലിക്ക് ചെയ്തു. അപ്പം ഇതേ പേപ്പറിൽ പ്രിൻ്റ് ടെസ്റ്റ് പേജും വരുന്നുണ്ട്. അപ്പം നമ്മളെ എല്ലാ പ്രോസസ്സിങ്ങും കംപ്ലീറ്റ് ആണ്. ഇനി നമുക്ക് ഈസിയായി ഉപയോഗിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും കമൻറ്റും ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും സപ്പോർട്ട് തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.